ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് ജ്വൽ. അപ്പോൾ നമ്മളൊരു പ്രിസ്റ്റീജിൻ്റെ ഒരു എയർ ഫ്രയർ വാങ്ങുകയാണ് കേട്ടോ. 5.5 ലിറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഇതാ അവിടെ നിൽക്കുന്ന ചേട്ടൻ തന്നെ നമുക്കെല്ലാം പറഞ്ഞു തരും. അപ്പോൾ ഒന്ന് കണ്ടാലോ. ഓണാക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഡിസ്പ്ലേയിലും കാണാം ഏത് ഫുഡാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ മെനു പ്രസ് ചെയ്യണനുസരിച്ച് ഓരോ ഫുഡിൻ്റെ മാറി ഇപ്പോൾ ചിക്കനാണ് മിന്നണം, അതാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അടുത്ത പ്രസ് ചെയ്യുമ്പോൾ അടുത്തത് മിന്നും. ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ വന്നോളൂ. 200 ഡിഗ്രിയിൽ മിനിറ്റ്സ് കുക്കാവുന്നുള്ള രീതിക്ക് 200 ഡിഗ്രിയിൽ 20 മിനിറ്റിൽ. ആ ടൈം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ക്ലോക്കിൻ്റെ ചിഹ്നം കണ്ട അവിടെ അപ്പും ഡൗണും പോലെ മൈനസ് ചെയ്യുക, അപ്പോൾ ചെയ്യുക. ടെമ്പറേച്ചറും 200 ഡിഗ്രി എന്നുള്ളത് വേണമെങ്കിൽ കുറയ്ക്കുക. ഈ ടെമ്പറേച്ചറിൻ്റെ ചിഹ്നത്തിൻ്റെ അവിടെ കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക, അങ്ങനെ. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക, ഈ സെൻറ്ററിലുള്ള സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്തത് അത് മാത്രം ഇറങ്ങത്തുള്ളൂ. ഓണാക്കുന്നുണ്ടെങ്കിൽ കുക്കാവണതൊക്കെ ലൈറ്റ് ഓൺ ആക്കിയത് റീഹീറ്റ് ചെയ്യുന്ന ഇതുപോലെ തന്നെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മൊത്തത്തിൽ ഓഫ് ആയിക്കോളും. ഇപ്പൊ എന്ത് മെനു ഇപ്പൊ ഫ്രൈ ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക് 200 ഡിഗ്രിയിൽ 18 മിനിറ്റ് എന്നുള്ളത് വന്നിട്ടുണ്ടാവും. അപ്പൊ അത് പ്രീ ഹീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് കൂട്ടി വെക്കാം. ആദ്യം ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു 5 മിനിറ്റ് കൂട്ടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി ആയിട്ട് വിടാൻ. ആദ്യം ട്രേ ഒന്ന് ചൂടായിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പോസ്റ്റില് ഇപ്പൊ ഒരു 18 മിനിറ്റ് എന്നുള്ളൊരു ഞാനിപ്പോ 23 ആക്കിയിട്ടുണ്ടല്ലോ. എന്നിട്ട് അങ്ങനെ സ്റ്റാർട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോ ഓപ്പൺ ചെയ്തിട്ട് സമയത്ത് നമുക്ക് ഫുൾ ആയിട്ട് എടുക്കാം. ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് മറിച്ചിടാം. അകത്ത് വെച്ച് ഇളക്കാൻ പറ്റുമോ? വല്ല എർത്തടിക്കൊന്നുമില്ലല്ലോ അല്ലേ? ഇതിപ്പോ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ടൈം അവിടെ നിൽക്കുക കണ്ട് ഓപ്പൺ കാണിച്ചോണ്ടിരിക്കാനുണ്ട്. ഇപ്പൊ വർക്കിംഗ് അല്ല, ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ട്. ക്ലോസ് ചെയ്താലേ അത് വർക്കാകത്തുള്ളൂ. നമുക്കിത് ഓരോ മെനു നമുക്ക് അതിനകത്ത് ഇതിപ്പോ നമ്മ ഇത് സെലക്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് മൊത്തം ഓഫ് ചെയ്യാണ്. ഇപ്പൊ നമ്മ ഒരു ഐറ്റം സെലക്ട് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ്. മെനു സെലക്ട് ഇപ്പൊ ഓൺ ആക്കുമ്പോ തന്നെ നോർമൽ തന്നെ ഡിസ്പ്ലേ ആണ് ഇത്. പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പൊട്ടറ്റോയിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ പ്രസ് ചെയ്യണനുസരിച്ച് അത് ഇങ്ങനെ മിന്നും. ഏത് ഫുഡാണ് മാറി മാറി ഇങ്ങനെ വരും അല്ലേ? ഓ, മെനു മാറി മാറി വരും. പിസ്സ ഉണ്ടാക്കാൻ പൊട്ടറ്റോ ചിപ്സിന് വേണ്ടിട്ട് നമ്മ ആ ഓപ്ഷൻ എടുത്തല്ല. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് കൊണ്ട് കുക്ക് ആവുന്നുള്ളത്. അതൊരു 15 മിനിറ്റ് ആക്കിയിട്ട് സ്റ്റാർട്ട് കൊടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോ ആയിട്ട് ഇടാം. പിന്നെ നമ്മള് അടച്ചിട്ടാണ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആയിട്ട് വിട്ടിട്ട് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഇതിന്റെ ഇവിടെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെന്തിന്റെയായിരുന്നു അത്? ഇത് ലൈറ്റിന് വേണ്ടിട്ടാ. ഓ, അതിന്റെ ഉള്ളിൽ ലൈറ്റ് നമ്മൾ ക്ലിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യണ്ട. ഓ, അതിന് അറിയാൻ വേണ്ടിട്ട് കാണാൻ. ഇത് ടോട്ടൽ എത്ര കിലോയുടെ? ഇത് 5.5 ലിറ്റർ. കേക്കിന്റെ ട്രേ നമുക്ക് ഇനി ഇതിനകത്ത് സ്പെഷ്യൽ വെച്ചാൽ മതി അല്ലേ? അതിന്റെ അകത്ത് വെക്കാൻ പറ്റും. അത് ഇതിനകത്ത് തന്നെ വെക്കാം. ട്രേ എടുത്ത് വെളിച്ചെണ്ണ ഈ കേക്ക് ട്രേ വെക്കുമ്പോ അത് മാത്രം വെച്ചാൽ മതിയല്ലോ. അത് ഇത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മാത്രല്ലേ ഇതുള്ളൂ? അല്ലാതെ കേക്ക് ട്രേ വെക്കുമ്പോ കേക്ക് ട്രേ മാത്രം വെച്ചാൽ മതിയല്ലോ. ഓക്കെ. ശരി ശരി. അത് വെച്ചിട്ട് അങ്ങനെ വെച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഈ ഓപ്ഷനിൽ കാണുന്ന അല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇപ്പൊ എന്ത് വേണമെങ്കിലും ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാലോ. ഇതന്നെ ഇപ്പൊ എല്ലാത്തിലും ഒരു ഓപ്ഷൻ വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാം. ടൈമും ടെമ്പറേച്ചറും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ വീണ്ടും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചൂടാക്കണമെന്നുണ്ടെങ്കിലൊക്കെ വീണ്ടും കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കേക്ക് ബേക്ക് ചെയ്യാം, പിസ്സ ബേക്ക് ചെയ്യാം, ടോസ്റ്റ് ചെയ്യാം. ഓരോ ഫുഡിനും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും.